ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനൂസ് ഓൺ യൂട്യൂബ് ചാനൽ. നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും അലർജി, ജലദോഷം. അതുമായിട്ട് അലട്ടുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ അതിനു മുമ്പ് എന്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ കൂടിക്കൂടുക. ഞാനും കൂടെ കൂട്ടാട്ടോ. ഇനി എന്റെ കയ്യിൽ എന്താന്ന് കണ്ടോ, നിങ്ങൾക്ക് ഹെൽപ്പായിട്ടുള്ള അലർജി ഉള്ള ആൾക്കാർക്ക് കുറച്ച് ഹെൽപ്പായിട്ടുള്ള കുറച്ച് സംഭവങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അല്ലേ. ഓക്കെ, ഈ അലർജി തണുപ്പും പൊടിയും ഒക്കെ കൂടുതൽ ഉള്ളവർക്ക് കൂടുതലും അലർജി ഉണ്ടാകും. ചിലപ്പോൾ തണുപ്പ് ഭയങ്കര പ്രശ്നമായിരിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു 10-20 വട്ടം തുമ്മിയിട്ടായിരിക്കും അവരുടെ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ജലദോഷം കാരണം തുമ്മി തുമ്മി കണ്ണ് നിറയും, കണ്ണ് ചൊറിയും, കണ്ണ് തിരുമ്മും. ഇതൊക്കെ തന്നെയായിരിക്കും ഡെയിലി റൊട്ടീൻസ് അല്ലേ. ഞാനും ഇതുപോലെ അലർജി ഒക്കെ ഉള്ള ഒരാളാണ്. ഈ കോവിഡ് വന്നതിന് ശേഷമാണ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ജലദോഷം ഇങ്ങനെ ഉണ്ടാകാൻ തുടങ്ങിയത്. ഈ ഒരു സമയത്ത് ഇപ്പം പൊടി ഒട്ടും നമുക്ക് അടിക്കാൻ പറ്റില്ല. ജസ്റ്റ് നമ്മുടെ വീടിന്റെ മാറാല, ചുക്രി അതുപോലെ അടിക്കാൻ നേരം വേണം പറ്റില്ല. കട്ടിലേക്ക് ഒന്ന് മാറ്റിയൊക്കെ ഒന്ന് അടിച്ചു വാരണമെങ്കിൽ വേറൊരാളുടെ സഹായം വേണം, അല്ലെങ്കിൽ മാസ്ക് ഒക്കെ വെച്ച് മൂടിക്കെട്ടണം. ഇല്ലെങ്കിൽ ആ പൊടി അടിക്കുമ്പോഴേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുക, ലങ്സിലേക്ക് ആ പൊടി അങ്ങ് തട്ടി പിന്നെ നമുക്ക് ഭയങ്കര ചുമ, അതുപോലെ പെട്ടെന്ന് ജലദോഷം ഉണ്ടാകുമ്പോൾ തന്നെ എന്താണ്, നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ മൂക്കിന്ന് കൈയെടുക്കാനുള്ള സമയമില്ലല്ലോ നമുക്കല്ലേ. ഈ അലർജി ഉള്ളവരുടെ ഏറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മൂക്കിന്ന് കൈയെടുക്കാനുള്ള സമയമില്ല. രണ്ട് ഭാഗത്തും ചീറ്റി മൂക്കിന്റെ രണ്ട് ഭാഗത്തും തോലും പോകും, മൊത്തം കറുപ്പ് കളർ ഇങ്ങനെ മൂക്ക് മുഴുവനും നിറയും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കും, നിങ്ങളിപ്പോ ചോദിക്കും അല്ലെങ്കിൽ ആലോചിക്കും, ഇത് ഈ ചേച്ചിയുടെ മൂക്ക് നിറച്ചും കറുത്ത പാടുണ്ടല്ലോ എന്ന്. ഞാനും ഇത് നിങ്ങളെ പോലെയൊക്കെ തന്നെയാണപ്പാ, മൂക്ക് മുഴുവനും കറുത്ത പാടാ. അപ്പം എന്താണ് ഇതിന്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജലദോഷം വരുമ്പം രണ്ട് ഭാഗം ചീറ്റി നമ്മൾ മടുക്കും. ചില സമയത്ത് നമ്മുടെ ഇത് ഈ കൈവച്ചിട്ട് ഇങ്ങനെയിട്ടൊരു തിരിക്കലുണ്ട് അല്ലെ, ആ സമയത്തായിരിക്കാം നമുക്ക് കൂടുതലും നമ്മുടെ ഈ മൂക്കിന്റെ നോസിന്റെ രണ്ട് ഭാഗങ്ങളിലും കറുത്ത പാടുകൾ ഇങ്ങനെ വരാൻ തുടങ്ങും. അത് മാറണമെങ്കിൽ നമ്മുടെ മൂക്കിൽ നിന്നുള്ള നമ്മുടെ കയ്യിലുള്ള ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തണം. അതിനെന്ത് ചെയ്യണം, ഏറ്റവും ആദ്യം നല്ലൊരു ENT ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. അങ്ങനെ ഡോക്ടർ പറയുന്ന മരുന്ന് കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് എടുക്കുക. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ഇനി അതുപോലെ കണ്ണിന് ഭയങ്കരമായിട്ട് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും, ജലദോഷം ഉണ്ടാവുന്ന ടൈമിൽ, പൊടിയൊക്കെ അടിക്കുന്ന ടൈമിൽ നമ്മൾ കണ്ണ് നന്നായിട്ട് ഇങ്ങനെ തിരുമുന്ന സമയത്ത് കണ്ണിനടി മൊത്തം ഡാർക്ക് സർക്കിൾസ് ഇങ്ങനെ വരാൻ തുടങ്ങും. അതുപോലെ അലർജി കൊണ്ട് മാത്രമല്ല, നമ്മൾ കൂടുതൽ സമയം മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നത്, നൈറ്റിലൊക്കെ കൂടുതൽ സമയം മൊബൈൽ യൂസ് ചെയ്യുന്നവര്, അതുപോലെ കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര മണിക്കൂർ ഉറങ്ങാത്തവർക്കൊക്കെ കണ്ണിന്റെ താഴെ ഡാർക്ക് സർക്കിൾസ് ഇങ്ങനെ വരാറുണ്ട്. ഇതിനുള്ളൊരു റെമഡി ആയിട്ട് ഞാൻ വീണ്ടും ചാനലിൽ വീഡിയോസിൽ വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അതന്ന് കാണാം കേട്ടോ. ഇനി ഈ ഒരു 2 എലമെന്റ്സിന്റെ കമ്പനിയുടെ ഈ 2 ഐറ്റംസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതിന്റെ എലമെന്റ്സിന്റെ കമ്പനിയുടെ ഒരു പ്രൊമോഷനായിട്ടൊന്നും വിചാരിക്കരുത്. എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇങ്ങനെ ഒരു അലർജിക് സിംറ്റംസ് എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റമുണ്ട്. അപ്പൊ ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇത് ഹെർബൽ ഓൺ ആൻഡ് ഓൺ റോൾ ഓൺ ഇൻഹേലർ ആണ്. ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഉള്ളം കയ്യിൽ ജസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് തേച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ നമ്മുടെ 2 കൈകൾ ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് റബ്ബ് ചെയ്യാം. റബ്ബ് ചെയ്തതിന് ശേഷം നമ്മുടെ നേരെ മൂക്കിന്റെ ഇങ്ങോട്ടേക്ക് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യാം. നേരെ നമ്മുടെ മൂക്കിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാം. നന്നായിട്ട് വലിച്ചെടുക്കുക. വായിൽ നിന്ന് ശ്വാസം പുറത്തേക്ക് വിടുക. ഓക്കെ, ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഡെയിലി നമ്മൾ എഴുന്നേൽക്കുമ്പോഴും അതുപോലെ രാത്രി നമ്മൾ കിടക്കാൻ പോകുമ്പോഴും ഇത് ഒന്ന് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസം ഉണ്ട് കേട്ടോ. ഇപ്പോഴും ഇങ്ങനെ മൂക്കടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല. ഞാനിപ്പോ രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ ബെഡിൽ തന്നെ ഇരുന്ന് ഇതെല്ലാം നമ്മുടെ കട്ടിലെ ജനലിൽ തന്നെ ഇതെല്ലാം സേവിങ് ആണ് കേട്ടോ. എടുക്കുക, രാവിലെ തന്നെ എഴുന്നേറ്റ് ഒന്ന് റിലാക്സ് ആവുക. നമ്മളിപ്പം തിരക്ക് പിടിച്ച് എഴുന്നേറ്റ് ഒട്ടനെ കട്ടകാപ്പി ഇടാൻ വേണ്ടി നമ്മൾ പറക്കില്ല അടുക്കളയിലേക്ക്. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കാം, അലർജി അത് നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും വേണം. എന്ത് ചെയ്യാം,
ജസ്റ്റ് നന്നായിട്ട് ഇതൊന്ന് ചെയ്ത് ഇതൊരു 2-3 വട്ടം ഒന്ന് വലിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്ന് റിലാക്സ് ആവുക. അതുപോലെ രാത്രി നമ്മൾ കിടന്നുറങ്ങാൻ നേരത്തും നമ്മൾ ഈ ഒരു റൊട്ടീൻ ആയിരിക്കണം. നമുക്കിത് നമ്മൾ നന്നായി ചെയ്യുക കേട്ടോ. അതുപോലെ ഇനി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എലമെന്റ്സിന്റെ ചാമ്പ്യൻ തൈലം. ഇതൊരു നുള്ള എടുത്തിട്ട് എന്ത് ചെയ്യുക, രാത്രി കിടക്കുമ്പോൾ മൃഗം തലയിൽ നമ്മുടെ ഈ ചെവിയുടെ ഈ ഒരു ഭാഗത്ത്, ഈ 2 ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട്. രാവിലെ ആകുമ്പോൾ ജലദോഷം നമുക്ക് അങ്ങനെ വരില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും കേട്ടോ. അത് മാത്രല്ല, വീഡിയോ സ്കിപ്പ് ചെയ്യില്ലേ, അവിടെ വെയിറ്റ് ചെയ്ത് പറഞ്ഞു തരണ്ടേ. അത് മാത്രല്ല, ഈ മൂക്കിലുള്ള ഈ കറുത്ത പാടുകൾക്ക് വേണ്ടി ഞാൻ ഒരു റെമഡി ചെയ്യുന്നുണ്ട്. ഇത് ചെയ്ത് എനിക്ക് സക്സസ് ആയ തീർച്ചയായും ഇതുപോലെ ഇങ്ങനെ അനുഭവിക്കുന്ന, അത് ബുദ്ധിമുട്ടുള്ള, സങ്കടപ്പെടുന്ന, അലർജിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാൻ വേണ്ടി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരും. സോ ഓൾവേസ് happy and smile. Bye.